ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 10-ാമത്തെ വചനം. ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. സുവിശേഷ ഘോഷണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ തലക്കെട്ടായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ആഘോഷത്തിലേക്കാണ് ലോകം മുഴുവനും പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷം, സെലിബ്രേഷൻസ്. ഇപ്പോൾ എല്ലായിടത്തും ആഘോഷങ്ങളാണ്. എന്നാൽ ആഘോഷമാണോ ഘോഷണമാണോ ദൈവം പ്രസാദിക്കുന്നത് എന്നൊരു ചിന്തയിലേക്കാണ് ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടത്. AD 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്മസ് ആഘോഷം ഇല്ലായിരുന്നു. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഗൗരവം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് രക്ഷിക്കപ്പെട്ടത്. അതും ഒരു ആഘോഷമൊന്നും ആക്കിയില്ല. കാരണം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത് അതാണ് മനുഷ്യനിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാഥമികമായൊരു കാര്യം. മനുഷ്യൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. മരണത്തിൽ നിന്ന് അവൻ ജീവങ്കിലേക്ക് പ്രവേശിക്കണം. ആ സംഭവത്തിൽ സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുന്നത് നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോഴല്ല. സ്വർഗം സന്തോഷിക്കുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ചില ഉപമകൾ യേശു കർത്താവ് പറയുന്നു. എപ്പോഴും നമ്മൾ കേൾക്കുന്ന സുപരിതമായാണ്. 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ആട് നഷ്ടപ്പെട്ടു പോയാൽ ആ 99 നിർത്തിയിട്ട് കാണാതെ പോയ ആടിനെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ ആടിനെ കിട്ടുമ്പോൾ ഇടയന് വലിയ സന്തോഷമാണ്, കാണാതെ പോയി കിട്ടി. അതുപോലെ ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. 10 ദ്രഹ്മ, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അതിന് യഹൂദ പാരമ്പര്യം അനുസരിച്ച് എൻഗേജ്മെന്റ് കഴിയുമ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ കല്യാണത്തിന് ഈ 10 തിരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിലൊരു ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത വിഷമമാണ്, അത് മാനക്കേടാണ്, നാണക്കേടാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയപ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെയാണ് സ്വർഗം സന്തോഷിക്കുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. അവൻ സ്വത്തും എല്ലാം, അവൻ്റെതെല്ലാ ഭാഗവും വാങ്ങിച്ച് അവൻ അടിച്ചു പൊളിച്ചു ജീവിക്കാനായി പോയി. അവൻ മടങ്ങി വരുമ്പോൾ അപ്പൻ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു, അവൻ സുബോധം വന്നിരിക്കുന്നു. ആനന്ദിച്ച് സന്തോഷിക്കേണ്ട സന്ദർഭമാണ്. അപ്പോൾ ഇതിലാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ആഘോഷം ആണോ, ക്രിസ്മസിൻ്റെ സന്ദേശത്തെ ഘോഷിക്കുകയാണോ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് നാം നിറവേറ്റേണ്ടതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമായിരിക്കും. പക്ഷേ കർത്താവും ഒറ്റപ്പെട്ടവനായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം പലർക്കും അസഹനീയമായിരുന്നു. നമുക്കറിയാം, യേശുവിനെ കൊല്ലാൻ കാരണം തന്നെ യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ അല്ല, യേശുവിൻ്റെ സുവിശേഷ ഘോഷണമാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾക്ക് സുവിശേഷം പറയുവാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകട്ടെ, നമ്മുടെ കൂടെ പഠിക്കുന്നവരാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, അവരോടെല്ലാം യഥാർത്ഥ സുവിശേഷം പറയുവാൻ ഒരു സന്ദർഭമുണ്ട്. അക്രൈസ്തവരായ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുമല്ലോ, ഈ സീസണിൽ സത്യ സുവിശേഷം പറയുവാനുള്ള അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെയാണ് ഇന്ന് നമ്മൾ ഈ ഭാഗങ്ങളെ ചിന്തിക്കുന്നത്. നാം ആദ്യം വായിച്ചത് റോമർ 1:10. തുടർന്ന് നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്, ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ ഘോഷണം. മിഷണറിമാർ നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അത് നമ്മുടെ പൂർവികന്മാർക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് സുവിശേഷ ഘോഷണം എന്നുള്ളത്. ഒരു ആരാധന സമൂഹമായി മാറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി സുവിശേഷത്തെ ഘോഷിക്കുക. അവരുടെ പാട്ടുകൾ തന്നെ അപ്രകാരം അങ്ങനെ രചിച്ചിട്ടുണ്ട്. ഈ സന്ദേശം തയ്യാറാക്കുമ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തി. നമുക്ക് ആ സന്തോഷവാക്യമേ യേശുവേ രക്ഷകൻ എങ്ങും ഘോഷിക്കണമേ, യേശുവേ രക്ഷകൻ നാടുതോറും കീർത്തിപ്പീൻ, നാഥൻ ചൊന്നതോർപ്പിപ്പീൻ, ആർത്തെങ്ങും പ്രസ്താവിപ്പീൻ, യേശുവേ രക്ഷകൻ. യേശു രക്ഷകൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായി വന്നവൻ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു. യേശുവെന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാതാപിതാക്കൾ അവന് പേരിട്ടു. അപ്പോൾ ഈ വലിയ സത്യം പലർക്കും അറിയത്തില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു എന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. കർത്താവ് ജനിച്ചത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ ജനനം മാത്രമല്ല, ജനനത്തോടു കൂടി ചില ദൗത്യങ്ങളുണ്ട്. ഇവിടെ ജനനം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു. യേശു എന്നും കുഞ്ഞു വാവയായിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. യേശു പുൽക്കൂട്ടിൽ കിടന്നാൽ മതി. ഓരോ വർഷവും അതേ ഉണ്ണി യേശു നമ്മുടെ ഭവനത്തിൽ ജനിക്കണം, ഇവിടെ ഓരോരുത്തരുടെ ഉള്ളിൽ ജനിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കലും ഈ യേശു വളരാറില്ല. അപ്പോൾ ഈ ഉത്സവങ്ങളും ആചാരങ്ങളും എന്ന് പറയുന്നത് മതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഞാൻ അല്പം സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ഇന്ന് പലർക്കും ഇല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ നോക്കണേ, ആ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം സ്നേഹിക്കുന്നത് മനുഷ്യനെയാണ്. നമ്മളാണ് അതേ വിശ്വാസി, പിന്നെ മതവിഭാഗമൊക്കെ പറയുന്നത്.
ദൈവം വന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യനെ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വിഭാഗത്തിൻ്റെ കാര്യമല്ല, ഇത് മനുഷ്യനെയുമായി സംബന്ധിച്ചതാണ്. ഇവിടെയും ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മനുഷ്യൻ നീതിമാനായിരുന്നു. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും ആയിരുന്നു. അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. താൻ ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ പകർത്തി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ യെശയ്യാ പ്രവചനം പകർത്തി എഴുതുമ്പോൾ 7-ാം അധ്യായം 14 അവിടെ വന്നപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ഈ ഭാഗം ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്താണ്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് ഇമ്പോസിബിളാണ്, ഒരു തരത്തിലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോഴാണ് കർത്താവിൻ്റെ അരുളപ്പാട് അവനുണ്ടായത്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം കാണുകയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇനി വായിക്കാം. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. അനേകം ശിശുക്കളെ അവിടെ കൊണ്ടുവരും. 8-ാം നാളിൽ പരിച്ഛേദനയേൽക്കാനും അതിനുള്ള യാഗങ്ങളൊക്കെ നടത്താനായിട്ടെല്ലാം, ശുദ്ധീകരണ യാഗങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ ദൈവാത്മാ പ്രേരണയാലാണ് അന്ന് ശിമിയോൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്നത്. ശിശുക്കളുടെ ഇടയിൽ ഈ ശിശുവിനെ കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സഹായിച്ചു. അതാണ് ആ കുഞ്ഞ്. കർത്താവിൻ്റെ ക്രിസ്തു ആണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ കയ്യിലെടുത്തി ശിമിയോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വാഴ്ത്തുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്താണ്? ഇപ്പോൾ നാഥാ തിരുവചനം പോലെ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരിക്കയില്ല. തിരുവചനം പോലെ ഇത് അടിയനെ സമാധാനത്തോടെ അയക്കുകയാണ്. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. ആരാണ് ക്രിസ്തു? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവം സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ ആരാണ് ക്രിസ്തു? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വം. അതുകൊണ്ടാണ് ദൈവം ആദ്യം സ്വന്തം ജനത്തിലേക്ക് തന്നെ വന്നത്. പക്ഷെ സ്വന്തം ജനത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരം അവർക്ക് ലഭിച്ചത് വെറും വിശ്വാസത്താലല്ല, ഹൃദയപൂർവ്വമുള്ള വിശ്വാസത്താൽ. ഈ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ അവർ ദൈവമക്കളായി മാറും, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ക്രിസ്തു ജനിച്ചതല്ല മഹാസന്തോഷം, ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ക്രിസ്തു വന്ന ആ ദൗത്യം പൂർത്തീകരിക്കുന്നതുണ്ട്. അതാണ് യേശു കർത്താവ് കാൽവരി ക്രൂസിൽ അവസാനമായി പറഞ്ഞത്. തെറ്റലസ്റ്റായി, നിവൃത്തിയായി. ഒരടിമ യജമാനന്റെ മുമ്പിൽ ചെന്ന് പറയും പോലെ, യജമാനനെ അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അതെ, യേശു കർത്താവ് പൂർത്തിയാക്കി. അവിടെയാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇപ്പോൾ സുവിശേഷം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നത് മാത്രമല്ല. ഇനി ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും ദൈവം തന്നെയാണ് കൽപ്പിച്ചു കൊടുത്തത്. ഉത്സവം ആചരിക്കണം, ആഘോഷിക്കണം. പക്ഷേ കാലക്രമേണ ഇത് വെറും ആഘോഷങ്ങളും
ഉത്സവങ്ങളുമായി മാറി. ദൈവ ഭയമില്ലാത്ത, ദൈവ സ്നേഹമില്ലാത്ത വെറും ഉത്സവങ്ങളും ആചാരങ്ങളുമായപ്പോൾ പ്രവാചകന്മാരിലൂടെ അതിനെ കർശനമായി അത് കർത്താവ് നിരോധിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടി വന്നത്. കാരണം മോശയുടെ ന്യായപ്രമാണം കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഉത്സവങ്ങളുണ്ട്, ഇപ്പോൾ ഇതായി പ്രവാചകന്മാർ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു. എന്താ ദൈവം പ്രവാചകന്മാരെ അയച്ചത്? ദൈവം പ്രവാചകന്മാരെ അയച്ചത് ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവജനം തെറ്റിപ്പോയപ്പോഴാണ്. പക്ഷേ പ്രവാചകന്മാർ അവർ കല്ലെറിഞ്ഞു കൊന്നു. ചില വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 13 മുതൽ 17 വരെ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 13 മുതൽ 17 വരെ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. ഇതെല്ലാം ദൈവം സ്ഥാപിച്ചതാണ്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ സഭായോഗത്തിൽ നിങ്ങൾ ആരാധിക്കാൻ വരുന്നതിൽ എനിക്ക് സഹിച്ചുകൂടാ. കാരണം ആരാധിക്കുന്നത് ആരാധനയ്ക്കല്ല വിശുദ്ധി. വിശുദ്ധന്മാരാണ് ആരാധിക്കേണ്ടത്. ദൈവജനം വിശുദ്ധ ജനം. പക്ഷെ അവർ അശുദ്ധമായ ജീവിതത്തിൽ ജീവിച്ചിട്ട് ആരാധിക്കാൻ വരിക. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ കൂടെ അത് പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറഞ്ഞത്, എൻ്റെ ആലയം നിങ്ങൾക്ക് കള്ളന്മാരുടെ ഗുഹയെന്ന് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് വന്ന് ദൈവത്തിന് ആരാധിക്കുക. ഭർത്താവിന് ഇതെല്ലാം ഞാൻ കണ്ടു മുഷിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ആരാധനയിലും എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഉത്സവങ്ങളിലും എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ സഭായോഗങ്ങളിലും പ്രസാദമില്ല. അടുത്ത്, നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കില്ല. കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യം ശുദ്ധീകരിപ്പിൻ. നിങ്ങളുടെ സ്വഭാവം, പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണു മുമ്പിൽ നീക്കുന്നു. ആദ്യം അതാണ് ചെയ്യേണ്ടത്. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, പഠിപ്പിൻ. അത് പഠിക്കേണ്ട കാര്യമാണ്. ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥർക്ക് ന്യായം നടത്തി കൊടുക്കുക, വിധവയ്ക്ക് വേണ്ടി വ്യവഹാരം നടത്തണം. നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയ ഉത്സവങ്ങളും പ്രത്യേക ദിവസങ്ങളൊക്കെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് കാലാന്തരത്തിൽ ഉത്സവങ്ങളൊക്കെ കലണ്ടർ അനുസരിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ജീവിതം മുഴുവനും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നടന്നിരിക്കും. ദൈവം പറയാൻ, ഞാൻ സഹിച്ച് മടുത്തിരിക്കുകയാണ്, ഞാൻ മുഷിഞ്ഞിരിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതെല്ലാം അസഹ്യം. ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ എത്രമാത്രം വാസ്തവമല്ലേ, എത്രമാത്രം വാസ്തവം. സകല കൊള്ളരുതായ്മകളും അനീതിയും അന്യായവും നടക്കുകയും അതിൻ്റെ ഇടയിൽ എല്ലാ ആഘോഷവും. ഇതൊരിക്കലും ദൈവം പ്രസാദിക്കുന്നില്ല. വീണ്ടും നമുക്ക് നോക്കാം ആമോസ് ഒരു പ്രവാചകനല്ല, ഒരു പ്രവാചക ശിഷ്യം പോലും അല്ല. പക്ഷേ ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം ദ്രവ്യാഗ്രഹികളും മദ്യപാനികളുമായി പോയി. ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ശുശ്രൂഷകന്മാരിലൂടെ പറയാൻ കഴിയാതെ വണ്ണം അവർ കുരുടന്മാരായി പോയി. അവർ ദൈവത്തെ അന്വേഷിക്കാത്തവരായി മാറിപ്പോയി. അപ്പോഴാണ് ആമോസിനെ ദൈവം വിളിക്കുന്ന, കാട്ടത്തി പഴം പറിക്ക് നടന്ന ആ ചെറുക്കനെ വിളിച്ചിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ ആമോസിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കണം. ഇപ്പോൾ നമ്മൾ അതിൽ 2 വാക്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ആമോസ് പ്രവചനം 5-ാം അധ്യായം
21 മുതൽ. ആമോസ് 5:21 മുതൽ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദം. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നമ്മൾ വെറുതെ അങ്ങ് ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ആണ് പറഞ്ഞങ്ങ് പോവുകയാണ്. ഇവിടെ ആത്മാവും ഇല്ലായിരുന്നു, സത്യവും ഇല്ലായിരുന്നു. കർത്താവിന് നിങ്ങളുടെ സഭായോഗങ്ങളെ എനിക്ക് പ്രസാദമില്ല. ഈ നിരസിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ ഒരു ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്തു. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത്. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. എത്ര വലിയ യാഗങ്ങൾ കഴിച്ചാലും. കാരണം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയവുമാണ്. അങ്ങനെ പറയേണ്ടി വന്നു ദൈവത്തിന്. കാരണം ഹൃദയ തകർച്ചയില്ല, ഹൃദയത്തിൽ മനസ്സ് നുറുക്കമില്ല, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു അനുതാപവും ഇല്ല. ഇവിടെ പറയുകയാണ്, ഞാനത് നിങ്ങളുടെ ഹനനയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും ഞാൻ പ്രസാദിക്കുകയില്ല. മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. ദൈവമാണ് പറയുന്നത്. ഒരുപാട് പാട്ട്, ഉണ്ണി പിറന്നതിൻ്റെ ഒരുപാട് പാട്ടുകൾ. ദൈവം പറഞ്ഞു, എനിക്ക് നിന്റെ പാട്ടൊന്നും കേൾക്കണ്ട. കാരണം സുവിശേഷ സത്യം കേട്ടിട്ടും സുവിശേഷം അനുസരിക്കാതെ അത് സ്വയം വഞ്ചിച്ചുകൊണ്ട് പാടുന്ന ഈ പാട്ടുകൾ എനിക്ക് കേൾക്കണ്ട. നിന്റെ വീണാനാദം തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞു ഒഴുകട്ടെ. എങ്ങനെ ഈ പ്രവാചകന്മാരെ കൊല്ലാതിരിക്കുമല്ലേ? അതാണ് യേശു ശക്തമായി വിളിച്ചു പറഞ്ഞത്. യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നവളെ, ഓടി തന്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകെങ്കിൽ അണയ്ക്കുന്നത് പോലെ അണപ്പാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. സുവിശേഷം എന്താണ്? ക്രിസ്മസിന്റെ സന്ദേശം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അതാണ് സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായി തീരുമാനിക്കുമ്പോൾ ദൂതൻ വന്ന് യോസഫിനോട് പറയുക. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ സീരിയസ് ആയി ഉണരുകയും ഷെയർ ചെയ്യുകയും വേണം. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നീ അവളെ ഭാര്യയെ ചേർത്ത് കൊള്ളാൻ, മറിയെ ഭാര്യയെ ചേർത്ത് കൊള്ളാൻ നീ സംശയിക്കേണ്ട ആവശ്യമില്ല. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ആദ്യം യഹൂദനാണ് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. പക്ഷെ തൻ്റെ ജനം അവനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ജാതികളായ നമുക്ക് ഈ സുവിശേഷം ലഭിച്ചത്. അത് യേശു കർത്താവ് ഒടുവിൽ പറഞ്ഞു. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിലൊരു യേശു ഒരു ഉപമ പറയാണ്. അവസാന ഭാഗത്ത് മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ. ഫലകാലം സമീപിച്ചപ്പോൾ ദാസന്മാരെ അയച്ചു. കുടിയാന്മാർ പറഞ്ഞു, ഇത് പറഞ്ഞ് ഈ ദാസന്മാരെ നമുക്ക് കൊന്നുകളയാം. അധികം ദാസന്മാരെ അയച്ചു, അവരെയും കൊന്നു. ഒടുവിൽ യജമാനൻ തൻ്റെ മകനെ അയച്ചു, അവനെയും പിടിച്ചു കൊന്നുകളഞ്ഞു. അപ്പോൾ യേശു തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചോദിക്കുകയാണ്, ഇങ്ങനെ തോട്ടത്തിൻ്റെ കുടിയാന്മാർ ഇങ്ങനെ കാണിച്ചാൽ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറയുകയാണ്,
അങ്ങനെയാണെങ്കിൽ ആ യജമാനൻ ആ കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് അവർ തന്നെ പറയാണ്, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചു. എന്നിട്ട് യേശു കർത്താവ് പറയാണ്, വീട് പണിയുന്നവൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല് ആയിത്തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. പരീശന്മാർക്ക് മനസ്സിലായി ഇത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ യേശുവിൻ്റെ ഉപദേശമൊന്നും ഞങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അത് താഴോട്ട് പറയുന്നുണ്ട്, വായിക്കാം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് തങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. മനസ്സിലാക്കിയിട്ട് അവനെ പിടിപ്പാനായിട്ട് നോക്കി. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു. പുരുഷാരത്തെ ഭയപ്പെട്ടാണ് അപ്പോൾ അറസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ സുവിശേഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. രോഗശാന്തിയും കടഭാരം മാറ്റുന്നതും ഭൗമികമായ ഉയർച്ചകളുമാണ് ഇന്ന് സുവിശേഷമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സുവിശേഷം അങ്ങ് നടക്കുകയാണ്. എത്ര സ്ഥലത്താണ് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്? എത്ര സ്ഥലത്താണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? പലയിടത്തും കേൾക്കുന്നത് ഒന്നുകിൽ സങ്കീർത്തനത്തിൽ നിന്നെടുത്ത ഒരു വാക്യം വെച്ച് അങ്ങ് പ്രസംഗിക്കും, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അബ്രഹാമിനെയോ ഏലിയാവിനെയോ ദാവീദിനെയോ ഒക്കെ എടുത്തു വെച്ച് അങ്ങ് ഭയങ്കര പ്രസംഗമാണ്. കേൾക്കൊണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു, 1 പത്രോസ് 4:17, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ദൈവത്തിൻ്റെ സുവിശേഷം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സത്യം ഈ ഭൂമിയിലേക്ക് വന്നു. സത്യം പലരെ അസ്വസ്ഥരാക്കും. കൃപ കുഴപ്പമില്ല, എല്ലാം കൃപ. ഇന്ന് കൃപയ്ക്കാണ് അമിത പ്രാധാന്യം കൊടുക്കും, സത്യത്തെ അങ്ങ് വിട്ടുകളഞ്ഞു. ഉത്സവങ്ങളെ കുറിച്ച് പുതിയ നിയമ കാഴ്ചപ്പാട്. പൗലോസ് നമുക്കറിയാം യഹൂദ മത പണ്ഡിതനായിരുന്നു, പരീശനായിരുന്നു. എല്ലാ ഉത്സവങ്ങളും എല്ലാം ആചരിച്ചു പോന്ന മനുഷ്യനാണ്. പക്ഷെ ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുവിലുള്ള ആ സന്തോഷം തനിക്ക് അനുഭവമായി തീർന്നത്. ഞാൻ പറയുകയാണ്, കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. കൊലോസ്യർ 2:16 മുതൽ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. പെരുന്നാൾ, വാവ്, ഭക്ഷണകാര്യങ്ങൾ, ശബത്ത്, ഇതിലാരും നിങ്ങളെ വിധിപ്പാനിടയാകരുത്. കാരണം എന്താണ്? ഇതെല്ലാം വരാനിരുന്നവയുടെ നിഴലാണ്. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ദേഹം ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ജയിക്കുന്നവർക്കാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചവർ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ ജയിച്ചവർ, ജയിക്കുന്നവർക്കാണ് അവിടെ അവകാശം. ആരും നിങ്ങളെ തെറ്റിക്കരുത്. ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ഇവതെല്ലാം. അപ്പോൾ ക്രിസ്തു വന്നപ്പോൾ നിഴൽ മാറി, പൊരുളായി മാറി. പൊരുൾ വന്നു കഴിഞ്ഞു. ഇനി പഴയതും വെച്ച് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ഇനി ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് വരാം.
അതിപ്പം കൂടെ ക്ലിയർ ആകാൻ, ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത് കൃപയിൽ നിന്ന് വീണുപോയ, കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് വീണുപോയ ഒരു സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് അത് ഗലാത്യർക്ക് ലേഖനം. നമുക്കതറിയാം. അതിൻ്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ല. അവർക്ക് ശക്തിയുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം മതങ്ങളുടെ പിന്നാലെ പോകുന്നത്. മതങ്ങളുടെ പിന്നാലെ, സുവിശേഷത്തിൻ്റെ പിന്നാലെ വരുന്നവർ ചുരുക്കമാണ്. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റിടത്ത് കുറച്ച് പേരെ പോകുന്നുള്ളൂ. ഒരുപാട് പോകുന്നിടത്ത് പോകാൻ അല്ല താല്പര്യം. കർത്താവ് പറയാണ്, ഇടിഞ്ഞ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കം പേരിൽ ഒരാളായി നമ്മളായിരിക്കണം. വലിയൊരു സമൂഹത്തിൻ്റെ കൂടെ കിടന്ന് ഞാനും അവിടെ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയാൻ ഇടയാകരുത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ കർത്താവ് നമ്മിൽ പ്രകാശിക്കും. മരിച്ചവിടെ കിടന്നാ പോയാൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാനും മരിച്ചത് തന്നെ. ഇല്ല, ഞാൻ ജീവനുള്ളതാണ്. ഞാൻ ചിലടത്തെല്ലാം ഈ സത്യങ്ങൾ പറയുമ്പോൾ അത് ഞാൻ പറയാം, വചനം കേൾക്കുമ്പോൾ ഒരു സ്തോത്രം പറയണം. ഒരു ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ പറയാന്ന് പറയിക്കുന്നതല്ല, സ്തോത്രം ചെയ്യാന്ന് പറയിക്കുന്നതല്ല, അല്ലാതെ പറഞ്ഞാൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കൂലേ? ആളുകൾ എന്തെന്ന് വിചാരിക്കും? ഒന്നും വിചാരിക്കുകയല്ല. എനിക്ക് ജീവനുള്ളതുകൊണ്ട് ഞാൻ സ്തോത്രം പറഞ്ഞു. മറ്റവർക്ക് ജീവനില്ല, കർത്താവ് എന്നെ ജീവിപ്പിച്ചു. എനിക്കെങ്ങനെ സ്തോത്രം പറയാതിരിക്കാൻ കഴിയും? എനിക്കെങ്ങനെ ഹല്ലേലൂയ പറയാതിരിക്കാൻ കഴിയും? അപ്പോൾ അന്ന് നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞു, സത്യദൈവത്തെ, ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞു. മാത്രമല്ല ദൈവം നമ്മെ അറിഞ്ഞു. ക്രിസ്തു മാർഗത്തിന്റെ മഹത്വം അതാണ്. ഞാൻ ദൈവത്തെ അറിയുന്നതിനേക്കാളും ഉപരിയായി ദൈവം എന്നെ അറിഞ്ഞു എന്നുള്ള ഉറപ്പാണ്. അവൻ എന്നോട് സംസാരിക്കുന്നു, അവൻ എൻ്റെ ജീവനെ എനിക്ക് ജീവൻ നൽകി, അവൻ്റെ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടു. ദൈവമായിട്ട് എനിക്കൊരു ലിങ്കുണ്ട്. എനിക്ക് ആ ലിങ്കുണ്ട്. ദൈവം അറിഞ്ഞുമിരിക്കെ, അങ്ങനെ വന്നാൽ പോലും തെറ്റാൻ സാധ്യതയുണ്ടെന്ന് അടുത്ത് പറയും. അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ലോകത്തിന്റെ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ്, ആദിപാഠം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളാണ്. ആദിപാഠങ്ങൾ എന്തൊക്കെയാണ്? ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഈ ആണ്ടുകളും ഈ ദിവസവും എല്ലാം പ്രമാണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ മനസ്സിലായി, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരണം വരെ നാൾതോറും ക്രൂശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. ഇവിടെ ദിവസത്തിന് പ്രത്യേകതയില്ല, മാസങ്ങൾക്ക് പ്രത്യേകതയില്ല, ആണ്ടുകൾക്ക് പ്രത്യേകതയില്ല. ഞാൻ ഡെയിലി ക്രിസ്ത്യൻ. മതക്കാർക്ക് സീസൺ ഉണ്ട്, അവർക്കൊരു മതത്തിൻ്റെ ഒരു കലണ്ടറുണ്ട്. നമുക്ക് മതത്തിൻ്റെ കലണ്ടർ അല്ല. അതൊക്കെ കൊള്ളാം, കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പരിപാടി ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മെ കർത്താവ് മതത്തിൽ നിന്നും സ്വതന്ത്രമാക്കി, മാർഗത്തിലാക്കി. മതം വിശാല വഴിയാണ്, എങ്ങനെ വേണോ ജീവിക്കാം, കുഴപ്പമില്ല. സീസണലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇടിഞ്ഞ വഴി ദിനംതോറും കർത്താവിനെ അനുഗമിക്കുന്നു. ആ അനുഗമിക്കുന്നവനെ കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു. ഇത് ഞാനൊരു ശുശ്രൂഷയിലായിരിക്കും കർത്താവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. അവരുടെ ഒരു സംസാര വിഷയമായിരുന്നു, ഞങ്ങൾക്ക് ആത്മാക്കളെ നേടുവാനായി കഴിയുന്നില്ല, ആരും വരുന്നില്ല, ആരുടെടുത്തും പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് ദൈവാത്മാ പറഞ്ഞത്, ആത്മാക്കളെ പിടിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, അത് കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നതാണ്. കർത്താവ് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കണം. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും.
അപ്പോൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനം എന്നൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഡിസംബർ 31 തീയതിക്ക് ഒരു പ്രത്യേകതയില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. കാരണം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുമ്പോൾ ചില ദേവന്മാരുടെയും അഗസ്റ്റ് സീസണിൻ്റെയും ജൂലൈ സീസണിൻ്റെയും പേരും കൂടെ ചേർത്ത് ആ രാജാക്കന്മാരെ ഓർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കലണ്ടറാണത്. ആദ്യം 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഈ 2 രാജാക്കന്മാരെ കൂടെ അതിൽ ചേർത്ത് 12 മാറിയത്. ഇത് ചിലർ വിചാരിക്കുന്നത് ഇത് ക്രൈസ്തവ കലണ്ടർ എന്നാണ്. ഇത് ക്രൈസ്തവ കലണ്ടർ അല്ല. അതുപോലെ തന്നെ ആഴ്ചകളുടെ പേരുകളും അതും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം മേലെ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തു ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശം. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തി അവങ്കിലേക്ക് നോക്കുന്നവർ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും ഞാൻ അറിയുന്നു. ക്രിസ്തുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷം, ക്രിസ്തു ആരാണെന്നുള്ള ആ സുവിശേഷം നമ്മൾ വ്യക്തമായി അറിഞ്ഞ് ആചാര അനുഷ്ഠാനങ്ങൾ സ്വയം വഞ്ചിതരായി കിടക്കുന്നവരെ ഉണർത്തുവാൻ നമുക്ക് വലിയൊരു ബാധ്യത ഉണ്ട്. പാട്ടോസിലൊരു പഴയ പാട്ട് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വന്നു. എന്താണ്? സുവിശേഷഘോഷണമേ സുതൻ യേശുവിൻ കൽപ്പനയേ ദൈവസ്നേഹത്തിൻ വചനവുമേ അവൻ്റെ രക്ഷയും ക്ഷണമതുമേ. ഇതിൻ്റെ ബാക്കി വരികളൊക്കെ നിങ്ങൾ പാട്ടോസ് എടുത്ത് നോക്കി പാടണം. 293 പാട്ടാണ് നമ്മുടെ ദക്ഷിണ കേരള മഹായുടെ പാട്ടോത്സവത്തിൽ. അപ്പോൾ സുവിശേഷ ഘോഷണമാണ് കർത്താവിൻ്റെ കൽപ്പന. പോകുവിൻ, സകല ജാതികളോടും സുവിശേഷം അറിയിപ്പീൻ. സുവിശേഷം അറിയിപ്പീൻ. സുവിശേഷം അറിയാത്തത് കൊണ്ടാണ് ജനമാകെ കുഴഞ്ഞവരും ചിന്നിയവരുമായിരിക്കുന്നത്. ആഘോഷങ്ങൾ വരുമ്പോൾ വലിയൊരു സന്തോഷം. അയ്യോ, തീർന്നു പോയല്ലോ, ഫെസ്റ്റിവൽ തീർന്നു പോയല്ലോ, സന്തോഷം തീർന്നുപോയി. ആഘോഷത്തിൽ ആനന്ദിക്കുന്നു. ആഘോഷത്തിലല്ല ആനന്ദം, ഘോഷണത്തിലാണ് ആനന്ദം. സുവിശേഷ ഘോഷണത്തിൽ ആനന്ദിക്കണം. അത് അവസാനത്തെ ശ്വാസം വരെ ഈ സുവിശേഷം ഘോഷിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സഭയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് തിരുവചനത്തിൽ പറയുന്നത്? 1 പത്രോസ് 2:9 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ആഘോഷിക്കുക അല്ല, ഘോഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഈ വലിയൊരു ദൗത്യത്തിൽ നമുക്ക് എത്രമാത്രം ചെയ്യുവാനായി കഴിയും. ഇത് ചിലർക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മതത്തിലെന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളേ ഉള്ളൂ, കാർമീകൻ. മതത്തിൽ കാർമീകൻ, പുരോഹിതൻ. എല്ലാ മതങ്ങളിലും ഉണ്ട് പുരോഹിതൻ. സുവിശേഷത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുരോഹിതന്മാരാകുവാനായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എപ്പോൾ പുരോഹിതർ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്? 1000 ആണ്ട് വാഴ്ചയിൽ. 1000 ആണ്ട് വാഴ്ചയിൽ രാജകീയ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. പക്ഷെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമെന്നാണ്. അതിനുവേണ്ടിയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെളിപ്പാട് 20:6 പറയുന്നു, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വെളിപ്പാട് 20:6. 2-ാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അവിടെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷ സുവിശേഷ ഘോഷണം. അതിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാർ അഥവാ പാസ്റ്റേഴ്സ് ഉണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഈ 5 വിധ ശുശ്രൂഷകൾ ചേർന്നാണ് ഈ സുവിശേഷ ഘോഷണം. ദൈവത്തിൻ്റെ സുവിശേഷം, സുവിശേഷത്തിൻ്റെ മർമ്മം വ്യാഖ്യാനിച്ചു കൊടുക്കുക. മുന്നോട്ടുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ്. സാന്റാക്ലോസിനും മദ്യത്തിനും അതുപോലെ കേക്കിനും എല്ലാവരും ഭയങ്കര കേക്കൊക്കെ ഉണ്ടാക്കുകയാണ്. എല്ലാവരും മതവിശ്വാസ ഭേദമന്യേ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നു, മിക്സ് ചെയ്യുന്നു, വൈനുണ്ടാക്കുന്നു. അതാണ് ആഘോഷമെന്ന് വിചാരിക്കുന്നു. അവരുടെ ഇടയിലാണ് നാം സുവിശേഷം ഘോഷിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ആരെയാണ് ഉയർത്തി കാണിക്കുന്നത് നമ്മൾ മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സുവിശേഷം കുറച്ച് പ്രസംഗിച്ചാൽ മതി, കൂടുതൽ അധ്വാനിച്ച് നിങ്ങൾ ജീവിക്കണം. സുവിശേഷം തന്നെ ഇപ്പോൾ ഒരു സീസണാണ്, എല്ലായിടം കുഴഞ്ഞു കിടക്കുകയാണ്. നമ്മൾ സത്യസുവിശേഷത്തിൻ്റെ വാഹകരാകണം. ശാന്തത, ഒരു തീവ്രവാദം ഇവിടെ ഇല്ല. വളരെ ശാന്തതയോടെ സൗമ്യതയോടെ. കർത്താവ് പറഞ്ഞ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ. നമ്മളും സൗമ്യതയായിരിക്കണം. അതേ പത്രോസിൽ പറയുന്ന ഒരു വാക്യം കൂടെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നു. അത് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. പത്രോസ് 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവർ ആയിരിപ്പീൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത് ഏറ്റവും നന്ന്. കാരണം ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം അവൻ ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. സൗമ്യതയോടെ ദൈവഭയത്തോടെ നമ്മുടെ പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പി. ഈ സീസണിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. സൗമ്യതയോടുകൂടെ ആരാണ് ക്രിസ്തു, എന്തിനു വേണ്ടിയാണ് താൻ ഈ ഭൂമിയിൽ വന്നതെന്ന് പറയാനുള്ള പ്രാഗൽഭ്യത്തിനായി പ്രാർത്ഥിക്കുക. പൗലോസ് പോലും പറയുകയാണ്, ഞാൻ വായ തുറക്കുമ്പോൾ സുവിശേഷം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കാരണം പിശാച് ഇതിനെതിരെ ശക്തമായി പോരാണ്, ഇതിനെ വികലമാക്കുകയാണ്. സുവിശേഷത്തെ വികലമാക്കി വെച്ചിരിക്കുകയാണ്. യേശുവിനെ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്ത വിധം ആത്മീയ ഗോളം ഭയങ്കരമായി അത് തകർന്നു കിടക്കുകയാണ്. നമ്മളത് മീഡിയാസിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജെന്യുവിനായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മെ തന്നെ പരമേൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.